അറിയില്ല. കണ്ടുമുട്ടുമ്പോൾ എപ്പോഴൊക്കെ ആണെങ്കിലും എൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മുടെ വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും വാതിൽ തുറന്ന് തന്നാൽ ഞാൻ അവിടെ പ്രവേശിക്കാം. അതല്ലാതെ ദൈവം നമ്മുടെ ആരുടെയും ഹൃദയത്തിലേക്ക് നമ്മുടെ അനുവാദമില്ലാതെ ഇടിച്ചു കയറി വരുന്ന വ്യക്തിയല്ല. അവൻ വളരെ ആത്മാർത്ഥതയോടുകൂടി സ്നേഹത്തോടുകൂടി നമ്മുടെ ഹൃദയത്തിന്റെ മുന്നിൽ നമ്മളെ നോക്കി വെയിറ്റ് ചെയ്യും. വാതിൽ തുറന്ന് തന്ന അതാണ് ക്രിസ്മസ് നമ്മളോട് സംസാരിക്കുന്ന ഒരു ഏറ്റവും വലിയ മെസ്സേജ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ണീശോ ജനിക്കട്ടെ. നിങ്ങളുടെ ഇനിയും ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നറിയാം, എങ്കിലും സമയക്കുറവ് മൂലം ഞാൻ നിർത്തുകയാണ്. നിങ്ങളെ വീണ്ടും കാണാൻ വരാം. എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ എന്നിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഞാൻ വരണോ? വീണ്ടും ഞാൻ കാണണോ? തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഇനി ഒരു ചോദ്യത്തിനും കൂടെ ഈ ഭാഗത്തുനിന്ന് അവസരം ഉണ്ടാവും. ആ ചോദ്യം കൂടെ കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഞാൻ ചോദിക്കാൻ പോകുന്ന മയക്കുമരുന്ന് മദ്യപാനം മയക്കുമരുന്ന് സിനിമയിൽ സാറ് അവതരിപ്പിക്കുമ്പോൾ മയക്കുമരുന്ന് ആരോഗ്യത്തിന് അല്ല മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുന്നുണ്ട്. അതിന് സാറിന് യുവാക്കളോട് എന്താണ് ഇത്രയും പേരോട് പറയാനുള്ളത്? ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ നമുക്ക് തരുന്ന ലഹരി എന്ന് പറയുന്നത് ഒരു മൊമെന്ററി കിക്കാണ്. അത് നിങ്ങളുടെയൊക്കെ പ്രായം കഴിഞ്ഞിട്ട് ചെറിയ പ്രായത്തിൽ ഞാനും സിഗരറ്റൊക്കെ വലിച്ചിട്ടുണ്ട്, ഞാനും മദ്യപിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം നമുക്ക് കിട്ടുന്ന കിക്കിനൊന്നും നമ്മളെ ഒരു ലെവലിൽ കൂടുതൽ നമ്മളെ ഒന്ന് ഹോൾഡ് ചെയ്യാനുള്ള കഴിവില്ല. നമുക്ക് വേണ്ടത് കിക്ക് വേണ്ടതെന്ന് പറയും, ഒരു ലൈഫ് ടൈം കിക്കാണ് നമുക്ക് വേണ്ടത്. ജീവിതത്തിൽ ലഹരി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിച്ചതാണ് എൻ്റെ കിക്ക്. എൻ്റെ ജോലി സമർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ്റെ കിക്ക്. നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ കിക്ക്. നമുക്ക് നമ്മുടെ ലഹരി എന്താണെന്ന് നമ്മൾ കണ്ടെത്തുക. മദ്യവും മയക്കുമരുന്നും ഒക്കെ മക്കളെ നിങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ധാരാളമായിട്ടുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനത്തെ ലഹരിക്കൊന്നും അടിമയാകരുത്. അങ്ങനെ ലഹരികൾക്ക് അടിമയായി മറ്റുള്ളവരുടെ മുമ്പിൽ ദുർമാതൃകയാകേണ്ട കുട്ടികളല്ല ഇത് എൻ്റെ മുന്നിലുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഒരു ഉറച്ച ശബ്ദത്തോടുകൂടി നമ്മൾ പറയും, നമ്മൾ ദുർമാതൃക കാണിക്കുന്ന വ്യക്തികളാണോ അതോ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ദൈവത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, വിശ്വാസത്തിലേക്കൊക്കെ മനുഷ്യരെ നയിക്കുന്ന നക്ഷത്രങ്ങളാണോ നിങ്ങളൊന്ന് തിരിച്ചറിയുക. നിങ്ങളൊന്ന് നക്ഷത്രങ്ങളാകാൻ തീരുമാനിച്ചിട്ടുള്ളവർ മാത്രമൊന്ന് കൈവയ്ക്കുക എന്ന് കാണട്ടെ. വെരി ഗുഡ്. ഒരുപാട് സന്തോഷം ഇന്ന് നിങ്ങളൊപ്പം ആയിരിക്കാൻ സാധിച്ചതിൽ, നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം. നിങ്ങളെ വീണ്ടും കാണാം. നിങ്ങളുടെ പ്രോഗ്രാമിന് വലിയ വിജയം നേടുന്നു. ഇതിനുവേണ്ടി ഒരു കാര്യം മാത്രം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ഈ സമയത്ത് ഇതിനു വേണ്ടി മാസങ്ങളോളം പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഓരോ ഇടവക തലത്തിൽ പ്രാർത്ഥനകൾ വെച്ചിട്ടുണ്ടാവും, എനിക്കറിയാം. അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ നടക്കത്തില്ല. ഇതിനൊക്കെ ഉണ്ടാവുന്ന ഒരു ചൈതന്യവും ദൈവികമായ സാന്നിധ്യമൊക്കെ ഉണ്ടാവുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള വൈദികരും കന്യാസ്ത്രീമാരും പിതാക്കന്മാരും ആത്മായ നേതാക്കളും സംഘടനയിലെ പ്രവർത്തകരും ഒക്കെ, ഇടവകയിലെ ഒരുപാട് അമ്മച്ചിമാരും ഒക്കെ അവരൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് ഈ സമയത്ത് കണ്ണടച്ച് ദൈവത്തിനോട് നന്ദി പറഞ്ഞ് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മ നമ്മുടെ ഈ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാകും. നമുക്കൊന്ന് ഉറക്കെ നന്മ നിറഞ്ഞ മറിയമേ നമുക്ക് പ്രാർത്ഥിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ആമേൻ. ഞാൻ നിർത്തുകയാണ്. ഇനിയൊരു 3-4 ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ക്രിസ്തുവിനെ കൊണ്ടുവരുവാനും ക്രിസ്തുവിന് വേണ്ടി ഒരു പുൽക്കൂടൊരുക്കാനും നമ്മളെ സഹായിക്കാൻ 2 പേർക്ക് പറ്റും മക്കളെ. അത് ഔസപിതാവും മാതാവുമാണ്. നിങ്ങൾ അവരോട് ഈ 4 ദിവസം, ഇനിയൊരു 3 ദിവസം ഒട്ടിപ്പായി പ്രാർത്ഥിക്കുക. സെന്റ് ജോസഫിന്റെയും സെയിന്റ് മേരിയുടെയും മധ്യസ്ഥം എടുത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളിൽ ക്രിസ്തു ജനിക്കട്ടെ. വിഷ് യു മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു പാല.